ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഏകദേശം 1 മന്തായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കാര്യം എൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കാരണം ഞാനൊരു 1 മന്ത് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി, ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പായിട്ട് അതിനൊരു 1 മന്ത് ബ്രേക്ക് വന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തുടക്കം ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗൈസ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടും ഇത്രയും ഒരു ഗ്യാപ്പ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. സോ ബി കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് പോകണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് ചതിച്ചു ഗൈസ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടന്റ് തന്നെയാണ്. നമ്മളുടെ ആദില നൂറയാണ് വിഷയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ കയറുന്ന ഓരോ കണ്ടസ്റ്റൻസിനും അത് ഓരോ രീതിയാണ്. അതായത് ചിലർ അതിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ട്രൈ ചെയ്ത് ആ ഹൗസിൽ എത്തുന്നവരുണ്ടാവും. അതല്ല എങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബി ഹൗസിലേക്ക് പോകണമെന്ന് ട്രൈ ചെയ്യുന്നവരുണ്ടാവും. അതേപോലെ തന്നെ ഫാമിലി പ്രോബ്ലംസ് ചില സമയത്ത് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് ബി ഹൗസ്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതിലൂടെ സോൾവ് ആയി പോവുകയാണെങ്കിൽ സോൾവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബി ഹൗസിലേക്ക് വരുന്നവരുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ സായി ചേട്ടൻ, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് സായി ചേട്ടൻ കഴിഞ്ഞ സീസണിൽ പോയിട്ടുണ്ടായിരുന്നു ബി പോയ സമയത്ത് ചേട്ടൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഇവന്റ് ആയിട്ട് നോക്കുന്നത് ചേട്ടൻ്റെ ചേട്ടനും അച്ഛനും തമ്മിലധികം മിണ്ടുന്നതായിരുന്നില്ല. ആ മിണ്ടാത്ത ആ ഒരു ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ബി ഹൗസ് സഹായിച്ചിട്ടുണ്ട്. അവർ തമ്മിലൊന്ന് റീയൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ഹൗസ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുടെയും ലൈഫിൽ പല മാറ്റങ്ങളും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗസ് കൊണ്ടുവരാറുണ്ട്. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇതിലേക്ക് പോകാനായിട്ട് എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഒരു ഇത് വരുന്നത്. അതായത് ഒരു ഓക്കെ, എനിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും, എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ബി ഹൗസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ബി ഹൗസിലേക്ക് വന്ന 2 വ്യക്തികളാണ് ആദില നൂറ എന്ന് പറയുന്നത്. ആദില നൂറേനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ട് ഏകദേശം 50 ഡേയ്സ് കഴിഞ്ഞു. അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും രജിസ്റ്റർ ആയിട്ടുണ്ട്. ആദ്യ സമയങ്ങളിൽ പൂമ്പാറ്റകൾ എന്നറിയപ്പെട്ടു. ഇന്ന് ആദില എന്ന് പറയുന്ന വ്യക്തിയുടെ ചില സ്വഭാവങ്ങൾ കാരണം ഹെയ്റ്റ് പൂർണ്ണമായിട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഹെയ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവർക്കും നാളെ ഇവരുടെ ഫാമിലിയുമായിട്ട് റിയൂണിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരിക്കാം മേ ബി അവർ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. ഇവർക്കൊരു വലിയ പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അവരതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നോ എന്നാണ്. കാര്യം നമുക്കറിയാം അതുവരെയും അടിപൊളിയായിട്ട്, അതായത് റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ എൻട്രിക്ക് മുന്നേ വരെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന പൂമ്പാറ്റകൾക്ക് റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി ആ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹൗസിനെ അകത്തേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. എസ്പെഷ്യലി ആദിലേക്ക് വന്ന കുറേ മാറ്റങ്ങളുണ്ട്. അത് ഒരു പരിധി വരെയും ആരെയും ഹെർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരെയും ബാധിക്കുന്നുണ്ട്, നൂറേയും ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഹെയ്റ്റ് കാര്യങ്ങളും നല്ല രീതിക്ക് വരുന്നുണ്ട്. നൂറയ്ക്കാണെങ്കിൽ അത് ബാധിക്കുന്നുണ്ട്, നൂറ ഡൗൺ ആവുന്നുണ്ട്. ഇത്തരത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ നൂറയുടെ അല്ലെങ്കിൽ ആദിലയുടെയും പഴയ ആ ഒരു ഇഷ്യൂൻ്റെ വീഡിയോസ് പൊങ്ങി വരുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനു മുന്നേ നമ്മളുടെ നൂറ ഈ ബി ഹൗസിൽ നമ്മളുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സെഗ്മെന്റിൽ സ്വന്തം വീട്ടുകാരെ പറ്റിയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഉപ്പയെ പറ്റി പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഉപ്പക്ക് സൗദിയില് സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിന്റെ പേര് എന്റെ പേര് തന്നെ ഇട്ടേക്കുന്നത്. പുള്ളി പറഞ്ഞില്ലേ 3 അബോഷൻ എന്റെ അമ്മക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. അത്രക്കും എന്താ പറയാ ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയല്ലോ, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ഇവര് നിലത്തും തൊടിക്കൂല, തലയിൽ വെക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഭയങ്കര എന്താ പറയാ കാര്യമായിരുന്നു. പക്ഷെ ഉപ്പയായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും, ഉപ്പയെ ഞാൻ തോറ്റ്, എന്താണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല. ഉപ്പ പറയും അത് കുഴപ്പമില്ല നൂറ് മോളെ, അത് പ്രശ്നമല്ല, ഞാൻ അടുത്ത തവണ പഠിക്കണം, പഠിച്ച് ജയിക്കണം. ഉപ്പക്ക് എന്ന് പറയുന്നത് ഉപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉപ്പൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം, ഒരു ജോലി കിട്ടണം, റാദർ ദാൻ കല്യാണം, പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും. പിന്നെ പോയി ഞങ്ങളെ റിലേഷൻഷിപ്പ് ഒക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉപ്പനോട് കുറേ പറഞ്ഞു. പക്ഷെ ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഓല ആക്സെപ്റ്റ് ചെയ്യരുത്, ഓളെന്താണ് വൃത്തികെട്ട ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഉപ്പനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപ്പയും ഭയങ്കര എന്താ പറയാ ഭയങ്കര
വേറൊരു ലോകത്തായി ഉപ്പ എന്നെ കുറെ എതിർത്തിട്ടുണ്ട്. അത് നൂറ് പറയുന്നത് സ്വന്തം വാപ്പയും ഉമ്മയാണെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരാൾക്കാരാണ്. കാര്യം വാപ്പയാണെങ്കിൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എത്ര അടിപൊളിയായിട്ടുള്ള ഒരു പാരന്റിങ്ങാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടോക്സിക് അല്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ആദിലയും നൂറയും തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു Q&A സെക്ഷൻ ഇട്ട സമയത്ത് അവിടെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടോക്സിക് പാരന്റിങ് ആണ് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്, സഹിച്ചതിന് കൈയും കണക്കുമില്ല എന്നുള്ള രീതിക്കൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ ഈ റിലേഷൻ അറിഞ്ഞ സമയത്താണ് ഇവരുടെ പാരൻസ് മൊത്തത്തിൽ മാറിയതെന്നും അതേസമയം കുറേ പേരെ ഇവരുടെ ഫാമിലിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഒത്തിരി കാര്യങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്തൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ സമയത്ത് ഇവരുടെ ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് തുടക്കത്തിൽ ഇവരെ ഒന്നിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നുള്ള ഇഷ്യൂസ് ഉണ്ട്, ഫാമിലിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള. ആ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. ആ വീഡിയോയിൽ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഞാൻ സ്വന്തം പറയാണ്, ഞാൻ വരുന്നില്ല. ഇവരാരും എനിക്ക് ഒന്നും തന്നിട്ടൊന്നുമല്ല, ഞാൻ വരുന്നില്ല. ഈ വീഡിയോയിൽ നൂറ പറയുന്നത് എനിക്ക് ഇവരാരും ഒന്നും തന്നിട്ടില്ല, ഇതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ലൈഫ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് നൂറ പറയുന്നത്. പിന്നീട് ഒരു വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പം 3-4 വർഷമായി. ആ വർഷം കഴിഞ്ഞ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന റിയലൈസേഷൻ ഉണ്ട്. ആ റിയലൈസേഷൻ പീരീഡിലായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതും അവിടെ നിന്ന് ഞങ്ങളുടെ ഫാമിലിനെ ഞങ്ങൾക്ക് റീയൂണിറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. കാര്യം ഇതിനു മുന്നേ തന്നെ നൂറ ഒരു ദിവസം മറ്റേ ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്നിട്ട് ക്യാമറ കേൾക്കാനാണെന്ന് തോന്നുന്നു തന്നെ ഇരുന്ന് പറയുന്നുണ്ട്, എൻ്റെ ഫാമിലിയിൽ എൻ്റെ അനിയത്തിമാരും ആദിലയുടെ അനിയത്തിമാരും എല്ലാവരും കൂടി ഞങ്ങളെ കാണാൻ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ ചോദിക്കുന്നതും ആദില അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് അവളെ സമാധാനിപ്പിക്കുന്നതൊക്കെ ഒരു ക്ലിപ്പ് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവർക്കിപ്പോൾ ഫാമിലീനെ വേണം എന്ന് തോന്നി അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് കരുതിയിട്ടായിരിക്കാം അവർ ആ ബിഗ് ബോസിൽ വന്നതും ഈ സ്റ്റോറി പറയുന്നത്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവർ അത്തരത്തിലാണോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ റിയൂണിറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഫാമിലിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ ഹൗസിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഗൈസ്. അവർ മൊത്തത്തിൽ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബാക്കി നമുക്ക് കേൾക്കാം. കാരണം ഞാൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതല്ല, ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ അത് പറയാന് സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല. അത് അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിവിടെ ഇവിടേക്ക് ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല, ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല. ഇവളുടെ അടുത്ത് ഇവക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ നടക്കുള്ളൂ ഇവിടെ. അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളെ കൂടെ വരുന്നില്ല എന്നുള്ളത്. അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചു വെക്കുന്നത് സംസാരിക്കാം. ഓള് ഇവിടെ തന്നെ ഉണ്ട് 2 ദിവസം. അതിന്റെ ഒരു അഡൾട്ടായ ആൾക്കാർ, അവർക്ക് ജോലി ചെയ്യാം, അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള സമൂഹമാണ്. രണ്ടുപേർക്കും ജോലിക്ക് പോകാനുള്ള പ്രായമുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവുള്ള ആൾക്കാരാണ്. സൗദിയിലാണോ കമ്പനിക്കാരായിട്ട്? നാട്ടിൽ വന്നീ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇതൊന്നും ഞാൻ കാണില്ല, നീ വന്നില്ലായിരുന്നു. അപ്പൊ ഇനി വന്നാൽ ഞാൻ കാണില്ല, നീ വന്നീട്ട് കണ്ടിട്ടില്ലാണ്. ഈ മലയോളത്തെ വീട്ടിൽ നീ വന്നിട്ട് ഞാൻ സൗദിയിൽ വെച്ച് പഠിച്ച് അങ്ങനെ കമ്പനിയാണ്. പിന്നെ അന്നേരം നീ അങ്ങനെ ആളെത്തിയ പലര് കൂട്ടാൻ നീ അങ്ങനെ തേടി വന്നതാ അങ്ങോട്ട്. അതിലൊക്കെ തുറന്നിട്ട് അതിലൊക്കെ ഓളറിഞ്ഞപ്പോ ഈ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഇവർക്ക് ആദില എന്ന് പറയുന്ന വ്യക്തിനെ ഇവരുടെ നൂറയുടെ പാരൻസിനെ കണ്ടുകൂടാ എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതായത് അവർക്ക് അത്രയും ദേഷ്യം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ റിലേഷൻ തന്നെയാണ്. ആ റിലേഷൻ ഇവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു ഓർത്തഡോക്സ് ആണ്. ആ ഒരു സാധനം ഇവർക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യം ആദിലയുടെ അടുത്തുണ്ടായിരുന്നു. അതിനുശേഷം ആദില പോയിട്ട് ഒരു ലൈവും കൂടിയിട്ട് ഈ പ്രശ്നത്തിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഉമ്മ വന്നിട്ട് നാട്ടിലോട്ട് വന്ന് നൂറിനോട് സംസാരിച്ചു. നൂറ് പറഞ്ഞു പോവില്ല, നൂറൊക്കെ എൻ്റെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞു.
പിന്നെ നൂറൻ്റെ ഉമ്മ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നുള്ളൊരു പെറ്റീഷൻ കാണിച്ച് അവർ വന്നു. അവരെന്നിട്ട് പറഞ്ഞു നൂറിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് അവളെ കോർട്ടിൽ ഹാജരാക്കട്ടെ. അവൾ പറഞ്ഞിട്ട് മക്കൾ ഒരുമിച്ച് ജീവിച്ചു, ഉമ്മ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ അവളുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും അവരെ വിശ്വസിച്ചു. ഇവർ ഓക്കെ ആവുകയാണെങ്കിൽ ഫാമിലിയുടെ അത്ര ഫാമിലിയുടെ സപ്പോർട്ടോടെ ഉണ്ട്. അങ്ങനെ നൂറാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ ഉമ്മ വന്നു. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയായിരുന്നു. അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോയാൽ പിന്നെ അവളെ ഞാൻ കാണുമല്ലോ എന്ന് അറിയത്തില്ല. അവളുടെ വീട്ടുകാർ അത്ര ക്രൂവലാണ്, റിച്ചാണ് അവർ. അതിൻ്റേതായിട്ടുള്ള ഗുണ്ടകളെ വെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എൻ്റെ വാപ്പാനെ വരെ ഒരു ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ആദില പറയുന്നത് നൂറയുടെ പാരൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്യാഷുള്ള ടീമാണ്, ഞങ്ങളെ എന്ത് വേണമെങ്കിലും ത്രട്ടൻ ചെയ്യാനായിട്ട് അവർക്ക് കെൽപ്പുണ്ട്, അവരത് ചെയ്യും, എൻ്റെ വാപ്പീനെ ചെയ്യും എന്നൊക്കെയാണ് ആദില പറയുന്നത്. ഇതൊക്കെ ഇവർ പറയുന്നതാണ്, നമുക്ക് ഇതിനെപ്പറ്റി വലിയ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ പാസ്റ്റാണ്. ഇവര് ഇപ്പോഴത്തേക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആദിലയ്ക്കാണെങ്കിലും നൂറയ്ക്കാണെങ്കിലും ബാക്ക് ടു ഫാമിലിയിലേക്ക് പോകണം, അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്ന് റീജോയിൻ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. നൂറ ഈ ആഗ്രഹം നല്ല രീതിക്ക് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആദിലയാണ് പിന്നെയും അതിൽ നിന്ന് എന്താ പറയുന്നത്, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദില എന്ന് പറയുന്ന വ്യക്തി എക്സ്പോസ്ഡ് ആയതാണോ അത് ആദിലയ്ക്ക് ഓവർ കോൺഫിഡൻസ് വന്നതാണോ എന്നറിയത്തില്ല. ആദിലയുടെ കയ്യിലെ കുറെ ക്യാരക്ടർ മാറിയൊരു രീതിയുണ്ട്, നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ജനങ്ങൾക്ക് തന്നെ ആദ്യം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന 2 ക്യാരക്ടേഴ്സ് വെറുപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹൗസിൽ പോയി അത്യാവശ്യം അടിപൊളിയായിട്ട് ലൈക്ക് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന 2 പൂമ്പാറ്റകൾ അവർ പിന്നീട് ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന രീതിക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് തന്നെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട്. ആ ഹെയ്റ്റ് കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഫാമിലിക്ക് ഇതിനകത്തോട്ടേക്ക് വരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണ് ഓക്കെ എൻ്റെ മക്കൾ സന്തോഷവതിയായിട്ടാണ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, അവളുടെ പാർട്ട്ണർ അവൾ കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്നത് ഓക്കെയാണ്, അവൾക്ക് അവളുടെ ലൈഫ് അവൾ അടിപൊളിയായിട്ട് പോകുന്നു എന്നവർക്കൊരു കോൺഫിഡൻസ് ഇതുവരെ ഈ ഒരു റിലേഷനിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രവൃത്തിയാണെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഇതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇവരാണെങ്കിൽ അത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അനീഷിനെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഷാനവാസിൻ്റെയൊക്കെ ആണെങ്കിലും അവരെന്തൊക്കെയാ വിളിക്കുന്നത്, അവരുടെ വായിന്ന് വരുന്നത്. പ്രത്യേകിച്ച് അതില നൂറ പിന്നെയും ഒരു ഇച്ചിരി പതിഞ്ഞ സ്വഭാവമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നൂറയാണെന്ന് തോന്നിയിട്ടുണ്ട്. പതിഞ്ഞ സ്വഭാവത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും നൂറ. പക്ഷെ ആദില എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, വാ പോയ കൊടാലിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിൽ ഓരോ സമയം സംസാരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് തന്നെ അതിലെ അടുത്തൊരു ഹെയ്റ്റ് തോന്നും, അല്ലെങ്കിൽ ഈ കൊച്ചു ഇതെന്താ ഇങ്ങനെ പറയുന്നേ എന്ന് തോന്നാറുണ്ട്. ഈ സ്വഭാവമൊക്കെ അല്ലേ കയ്യിലിരിക്കുന്നത്. അപ്പൊ പിന്നെ ഫാമിലിക്ക് തോന്നുന്നു തിരിച്ചു വരാൻ. അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അവർക്ക് 2 പേർക്കും തിരിച്ചു പോകണം എന്നുണ്ട്. പക്ഷെ ആ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. നൂറിനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ എൻ്റെ വാപ്പാനെ എന്നെയും കൊല്ലുമെന്ന് എൻ്റെ വാപ്പാക്ക് ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഫാമിലി. അപ്പോൾ അങ്ങനെ ആ പെറ്റീഷൻ കൊണ്ട് നൂറിൻ്റെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. നൂറിൻ്റെ ഉമ്മ അനിയത്തിയും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. നൂറിൻ്റെ ഉമ്മ അനിയത്തിയും കൂടെ ഞാനും നൂറയും കൂടി ഇരിക്കുന്ന റൂമിലോട്ട് കയറി വന്നു. എൻ്റെ വാപ്പയും കൂടെ കയറി വന്നു. എന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനും നൂറയിരുന്നു, എൻ്റെ വാപ്പയായിരുന്നു. എന്നിട്ട് എൻ്റെ വാപ്പാനോട് നൂറിൻ്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞു കാക്കു അവളൊന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട്, അതായത് എന്നെ പിടിക്കാൻ. ഇവർ ഈ റിലേഷൻഷിപ്പ് വർക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ ലൈവ് വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. കാര്യം അത്രയും സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടാണ് ഇവരിപ്പോൾ സ്വന്തമായിട്ട് 2 പേരും ഒരുമിച്ച് ഒരു ലൈഫ് കെട്ടിപ്പടുത്തുകൊണ്ട് വന്നത്. ആ സമയത്ത് BB ഹൗസിലേക്ക് പോയത് ഫാമിലിയുടെ അടുത്ത് റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേ ആയിട്ടാണ് ഇവർ കണ്ടിട്ടുള്ളത് എങ്കിൽ ഇവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദില എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആദില കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കല്ല, ആദിലയുടെ പാർട്ട്ണറായിട്ടുള്ള നൂറയ്ക്കും പല സമയത്തും ആദിലയുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ലൈവ് വീഡിയോസ് കാണുന്ന സമയത്ത് നൂറ മാറ്റി നിർത്തി ആദിലയുടെ അടുത്ത് പറയാറുണ്ട് ബേബി ഒന്ന് അടങ്ങ്, ബേബി ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, ബേബിയുടെ ദേഷ്യം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോഴൊക്കെ ഓക്കെ ബേബി ഇത് അങ്ങനെയാണ്, എനിക്കിങ്ങനെ വരും അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിൽ കൺവിൻസ് ചെയ്ത പോലെ കാണിക്കുമെങ്കിലും തൊട്ടടുത്ത സെക്കൻഡിൽ ആരെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദില കാണിക്കുന്നത് വീണ്ടും പഴയ സ്വഭാവം തന്നെയാണ്. അത് ശങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ എന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ ആദില കാണിക്കുന്നത്. അപ്പം നൂറയ്ക്ക് തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ. അപ്പം പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവളോട് ഹെയ്റ്റ് തോന്നുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഫാമിലി ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വെച്ചാൽ സ്വന്തം മോള് അവർക്ക് ഇഷ്ടമല്ലാത്തൊരു റിലേഷനിൽ പോയി ആ റിലേഷൻഷിപ്പിൽ അവളുടെ പാർട്ട്ണർ ഇവളുടെ ആ ഒരു ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഹൗസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കോപ്രായങ്ങൾ കാണുമ്പോൾ അവർക്കും ഹെയ്റ്റ് തോന്നും. അവർക്ക് പിന്നീട് ഇവരിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നത്തില്ല. കാര്യം എന്ത് ചെയ്യാനാ, ഇവർ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ നിന്ന പോലെ
പോലെ തന്നെ ഇപ്പോഴും നിന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ അവർ ചിലപ്പോൾ മേ ബി തിരിച്ചു വന്നേനെ. പക്ഷേ ഇതിപ്പോൾ ഇവർ തമ്മിൽ തന്നെ അടി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. കഴിഞ്ഞ ദിവസം ഒരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ പേരിൽ, വെസൽ ക്ലീനിങ്ങിൻ്റെ പേരിലൊക്കെ അവർ തമ്മിൽ നല്ലൊരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പ്ലാൻഡ് ആണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്കത് കണ്ട സമയത്ത് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, നൂറ പലപ്പോഴും ഈ ഒരു പോയിന്റിൽ കഴിയുമ്പോഴത്തേക്ക് നൂറയ്ക്ക് ഈ അതിലയുടെ സ്വഭാവം പിടിക്കാറില്ല. നൂറ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് വഴക്കായിട്ട്. അത് അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നത് ആ ഹൗസിൽ എല്ലാവരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് നൂറ പലപ്പോഴും ഹൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആദില എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ട് എല്ലാവരെയും വെറുപ്പിക്കുന്നതും ഈ നൂറ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് ഔട്ട് പോകുന്നതും ഇവരുടെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവരുടെ ഫാമിലിക്ക് ഒരിക്കലും ഇവരിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നത്തില്ല, അല്ലെങ്കിൽ ആദിലേനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നൂറയുടെ ഫാമിലിക്ക് തോന്നത്തില്ല. ആദിലയുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് രണ്ടു കൂട്ടർക്കും ഇഷ്ടമല്ല. സോ ഇവർക്ക് ആർക്കും ഇങ്ങോട്ടേക്ക് റീജോയിൻ ചെയ്യണമെന്ന് തോന്നത്തില്ല, അല്ലെങ്കിൽ റീജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യണമായിരുന്നു. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളും വഴക്കും അടി ഉണ്ടാവും, പക്ഷെ അത് പറഞ്ഞ് സോർട്ട് ചെയ്യേണ്ടത് അവരുടെ ഇതാണ്. അത് നമ്മൾ പറഞ്ഞ് നമ്മുടെ തെറ്റ് നമ്മൾ അംഗീകരിക്കണം. ആദിലെന്ന് പറയുന്ന വ്യക്തി അത് ചെയ്യുന്നത് വളരെ കുറവാണ് ഇപ്പോൾ. അതെന്താണ് ആ കുട്ടിക്ക് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പലപ്പോഴും ആ പെണ്ണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നൂറയ്ക്കും ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. നൂറ കഴിഞ്ഞ ദിവസം തമാശയ്ക്കാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി എന്ന് പറയുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അത്തരത്തിലൊക്കെ സംസാരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു റിലേഷൻഷിപ്പിനെ വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് തന്നെ തോന്നും നൂറ പെട്ടുപോയി എന്നൊക്കെ ചില സമയത്ത് കമൻസ് ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അതിലേക്ക് ഭയങ്കര ഹെയ്റ്റും, നൂറേനെ പാവം അവള് പെട്ടുപോയതാണ് എന്നുള്ള രീതിക്കും അതിലെ മാനിപ്പുലേറ്റ് ചെയ്ത് നൂറേനെ വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വരുമ്പോൾ ഇതൊക്കെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഫാമിലിക്ക് റീജോയിൻ ചെയ്യാൻ തോന്നുന്നു? ഇല്ല. എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആദിലയുടെ സ്വഭാവത്തിലെ മാറ്റം, തെറ്റൊക്കെ മാറ്റി അടിപൊളിയായിട്ട് അനീഷേട്ടൻ്റെ അടുത്താണെങ്കിലും ആദിലയും അനീഷേട്ടനുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തെന്നാണ് ഇവർ പറയുന്നത്. അറിയത്തില്ല. അതിനി അങ്ങോട്ട് അടിപൊളിയായിട്ടൊരു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലിപ്പോൾ കാണിക്കുന്ന കുറേ അറഗൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്ന് പറയുന്ന ഗെയിമർ പണ്ടത്തെ ഒരു ബാക്ക് ടു ട്രാക്കിൽ വരും. അങ്ങനെയാണെങ്കിൽ തിരിച്ചു റീജോയിൻ ഇവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഹാപ്പി എൻഡിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫാമിലി വീക്കിൽ, ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്ക് ഉണ്ടല്ലോ, അന്നൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.